ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ ഫോറിൻ ലാൻഡ്സ്. ഫോറിൻ ലാൻഡ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ആക്ടിവിറ്റി, ദ ചൈൽഡ് എൻജോയ്സ് ദ സൈറ്റ്സ് ഫ്രം ദ ടോപ്പ് ഓഫ് എ ട്രീ. ഗിവ് എ ഡിസ്ക്രിപ്ഷൻ ഓഫ് വാട്ട് ദ ചൈൽഡ് സീസ്. അപ്പോൾ കുട്ടി മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അവിടെ നിന്ന് കാണുന്ന കാഴ്ചകൾ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. From the top of the cherry tree, the child enjoys the view of world outside their home. He sees the next door garden, a lovely sight with a variety of flowers. The garden appears to be a new and exciting place as the child had never seen it before. The view extends to other pleasant places previously unseen. Looking beyond the garden, the child sees the dimpling river. The river reflects the sky as a natural mirror that captures the color of the sky. The dusty roads stretching out in both directions are bustling with people making their way into town. The child dreams of finding a tree even taller than the cherry tree. When that would allow them to see even farther, they see the river grow into a more substantial grown-up river that eventually flows into the sea. The road seems to lead to a magical fairyland where all the children have dined at 5 and all the playthings magically come to life. The child's view from the top of the tree is a journey into the realm of imagination where the familiar becomes fantastical and the ordinary world is transformed into a place of wonder. അപ്പോൾ കുട്ടി മരത്തിൽ കയറിയിട്ട് എന്തൊക്കെ കാണുന്നുണ്ട്? മരത്തിൽ കയറിയതിന് ശേഷം അവിടെ നിന്ന് കാണുന്ന ലോകത്തെ കുട്ടി എൻജോയ് ചെയ്യുന്നുണ്ട്. അടുത്ത വീട്ടിലെ ഗാർഡൻ കാണുന്നുണ്ട്. അവിടുത്തെ ഫ്ലവേഴ്സ് അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കുട്ടിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ മുമ്പ് കണ്ടിട്ടില്ലാത്ത പോലത്തെ ഒരു അപ്പിയറൻസ് ആണ് മരത്തിന്റെ മേലെ നിന്ന് നോക്കുമ്പോൾ ആ കുട്ടിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ അതുപോലെ തന്നെ മുമ്പ് കാണാത്ത ആ വ്യൂ പതുക്കെ പതുക്കെ ചുറ്റുഭാഗത്തേക്കെല്ലാം പോകുന്നുണ്ട് ആ കുട്ടിയുടെ വ്യൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിംപ്ലിംഗ് ഇൻ ടു റിവർ സൈഡിലേക്ക് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്കൈ റിവറിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നുണ്ട്, അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതൊരു നാച്ചുറൽ മിറർ ആയിട്ടാണ് പറയുന്നത്. നദി എന്ത് ചെയ്യുന്നുണ്ട്? ആകാശത്തിന്റെ പിക്ചർ നാച്ചുറൽ മിറർ പോലെ കാണിച്ചു കൊടുക്കുന്നു. പിന്നെ പറയുന്നത് എന്താണ്? ഡസ്റ്റി റോഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ദ ചൈൽഡ് ഡ്രീംസ് ഓഫ് ഫൈൻഡിങ് എ ട്രീ. പിന്നെ പറയുന്നത് കുട്ടി ഇതിനേക്കാൾ വലിയൊരു മരം കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ കാണാമായിരുന്നു, കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാമായിരുന്നു അല്ലേ? അതാണ് കുട്ടി പിന്നീട് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുട്ടി ചിന്തിക്കുന്നത് ഒരു ഫെയറി ലാൻഡ് എന്നുള്ളൊരു ഇമാജിനേഷനിലേക്ക് പോവാണ്. റിയൽ ലൈഫിൽ നിന്ന് ഒരു ഇമാജിനറി വേൾഡിലേക്ക് പോവാണ്, ഒരു ഫെയറി ലാൻഡിലേക്ക് പോവാണ്. അതാണ് അവിടെ പറയുന്നത്. ദ ഫെമിലിയർ ബിക്കംസ് ഫണ്ടാസ്റ്റിക്കൽ ആൻഡ് ദ ഓർഡിനറി വേൾഡ് പ്ലേസ് ഓഫ് വണ്ടർ ആയിട്ട് മാറുകയാണ്. സാധാരണ എന്നും നമ്മൾ കാണാറുള്ള ഒരു സ്ഥലമാണ്, പക്ഷെ ആ മരത്തിന്റെ മേലെ കയറി നോക്കുന്ന സമയത്ത് കുട്ടി കംപ്ലീറ്റ്ലി വേറൊരു ലോകത്തേക്ക് ട്രാൻസ്ഫോം ആവുകയാണ് കേട്ടോ. അപ്പൊ ഇത്രയാണ് ആദ്യത്തെ ആക്ടിവിറ്റി വരുന്നത്. സെക്കൻഡ് ആക്ടിവിറ്റി അല്ല, ഈ ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ, Have you ever tried to look out into the street from a tree or the top of a building? നിങ്ങൾ ഇതുപോലെ എന്താണ് ഒരു മരത്തിന്റെ മുകളിൽ നിന്നോ അതുപോലെ തന്നെ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിന്റെ മേലെ കയറിയിട്ടോ നിങ്ങൾ എന്തെങ്കിലും നോക്കി കണ്ടിട്ടുണ്ടോ? എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഇനി ഇല്ല എങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ആൻസർ: ഐ വുഡ് എക്സ്പെക്ട് ടു സീ ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് ഓർ എ ട്രീ എ ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഓഫ് നൈബർഹുഡ്, ദ റോഡ് ആൻഡ് ദ സ്ട്രീറ്റ്സ് ആൻഡ് ദ കമ്മിങ്സ് ആൻഡ് ഗോയിങ്സ് ഓഫ് പീപ്പിൾ and vehicles. I also want to see the rooftops of nearby buildings and the rising sun, the setting of sun and even a glimpse of the skyline of the city. അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു ബിൽഡിങ്ങിന്റെ മേലെ കയറിയാൽ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അടുത്ത വീട്ടിലെ നൈബർഹുഡിലെ ഗാർഡൻസ്, അതുപോലെ റോഡ്, സ്ട്രീറ്റ്, ആളുകൾ വരുന്നത് പോകുന്നത്, വെഹിക്കിൾസ് വരുന്നത് പോകുന്നത്, അടുത്ത റൂഫ് ടോപ്പ് ബിൽഡിങ്ങിന്റെ മേലെ, അതുപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നത് അസ്തമിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റി എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോവിങ് ലൈൻസ് ഫ്രം ദി പോയം. നമുക്ക് പോയത്തിൽ നിന്നുള്ള 4 ലൈൻസ് അവിടെ തന്നിട്ടുണ്ട്. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and I looked abroad on foreign lands. The words tree and me ends with the same സൗണ്ട്. ഇവിടെ റൈമിംഗ് വേർഡ്സ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, എൻഡ് ചെയ്യുമ്പോൾ ഒരേപോലെ വരുന്നതാണ് റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ട്രീ, മീ രണ്ടും ഇയിൽ അവസാനിക്കുന്നു. ഇത് സെയിം സൗണ്ട് ആണ്. സോ ദിസ് ഇസ് റൈമിംഗ് വേർഡ്. അതുപോലെ തന്നെ ഹാൻഡ്സ്, ലാൻഡ്സ്
കണ്ടല്ലോ, ഇവിടെയും ഹാൻഡ്സ് ഇവിടെ SS അവസാനിക്കുന്നു. ഇതിന് നമ്മൾ റൈമിംഗ് വേർഡ് എന്നാണ് പറയുക. റൈം മീൻസ് റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെൻറ്റ് ലൈൻസ് ഇൻ എ പോയം. അപ്പോൾ ഒരു പോയത്തിൻ്റെ എൻഡിൽ റിപ്പീറ്റേഷനിൽ വരും, സെയിം സൗണ്ട് ആയിരിക്കും, നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ സെയിം സൗണ്ടിൽ വരും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ എന്തെന്ന് പറയുക? റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്തത് തന്നിട്ടുണ്ട്, ഐഡന്റിഫൈ ദി അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം ആൻഡ് സർക്കിൾ ദം. ഇവിടെ റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്ത് സർക്കിൾ ചെയ്യാനാണ് പറയുന്നത്. ട്രീയും മീയും ഒരേപോലെ വന്നുകൊണ്ട് നമ്മളതിന് എ എന്ന് കൊടുത്തു. ഓക്കെ, അടുത്ത് നമുക്ക് ഹാൻഡ്സും ലാൻഡ്സും, അതിന് നമ്മൾ ബി എന്ന് കൊടുത്തു. നെക്സ്റ്റ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ഇവിടെ ലൈ ഐ കണ്ടോ, അത് അവസാനിക്കുമ്പോൾ ഐയിൽ അവസാനിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ ഏതന്നെയാണ് ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് ഇവിടെ മോർ ബിഫോർ, ആ ഒരേപോലെ അവസാനിക്കുന്നത് അവസാനിക്കുന്നു, അപ്പോൾ ബി കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് തേർഡ് ആക്ടിവിറ്റി, ലുക്ക് അറ്റ് ദ ഫോളോവിങ് ലൈൻ ഫ്രം ദ പോയം ആൻഡ് ലുക്ക് അറ്റ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. സെയിം വവൽ സൗണ്ട് ഇസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് അബ്രോഡ് ആൻഡ് ഫോറിൻ. ഇവിടെ വവൽസും കൺസോണൻസും നിങ്ങൾക്ക് അറിയാലോ. ഏതൊക്കെയാണ് വവൽ സൗണ്ട്സ്? എ, ഇ, ഐ, ഒ, യു. ദിസ് ഇസ് ദ വവൽസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിലെ വവൽസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എബ്രോഡും ഫോറിനും വരുന്നുണ്ട്. ഓ എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കണ്ടില്ലേ? ഇതാണ് നമ്മുടെ വവൽ സൗണ്ട്സ്. ഇങ്ങനെ വവൽ സൗണ്ട്സ് ഒരേ സെന്റൻസിൽ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ അത് അസോണൻസ് എന്ന് പറയും. അസോണൻസ് എന്ന് പറയുന്നത് അതിനെയാണ്. ഇനി നമ്മളോട് ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഫോർ അസോണൻസ് ഫ്രം ദി പോയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഐ സോ ദ ഡിംപ്ലിംഗ് റിവർ. ഡിംപ്ലിംഗ് ഐ വന്നത് കണ്ടില്ലേ? ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ. ഫൈൻഡിൽ ഒരു ഐ ഉണ്ട്, ഹയറിൽ ഒരു ഐ ഉണ്ട്. നെക്സ്റ്റ് ഇഫ് ഐ കുഡ് ഫൈൻഡ് എ ഹയർ ട്രീ, സെയിം തന്നെയാണ് ഫൈൻഡും ഹൈയും. വേർ ഓൾ ദ ചിൽഡ്രൻ ഡൈൻ അറ്റ് 5. ഇവിടെയും ഡൈൻ ഒരായി, 5 ഒരായി, ഐ എന്ന് വരുന്ന കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള ഒരേ സെന്റൻസിൽ തന്നെ റിപ്പീറ്റേഷൻ ഓഫ് വവൽസ് വരികയാണെങ്കിൽ ദാറ്റ് ഇസ് നോൺ ആസ് അസോണൻസ്. നെക്സ്റ്റ് ഇനി നമുക്ക് തന്നിരിക്കുന്നത് അലിട്രേഷൻ എന്ന് പറയുന്ന ഗ്രാമർ പോർഷൻ ആണ്. ആൻഡ് മെനി പ്ലസന്റ് പ്ലേസസ് മോർ ദാറ്റ് ഐ ഹാഡ് നെവർ സീൻ ബിഫോർ. ദ വേർഡ് പ്ലസന്റ് ആൻഡ് പ്ലേസസ് അലിട്രേഷൻ ആണ്. ഇവിടെ പ്ലസന്റ് പ്ലേസസ് ഒരേപോലെ തന്നെയാണ് വരുന്നത്, അത് അലിട്രേഷൻ എന്ന് പറയും. ഇപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ ഡസ്റ്റി ഡൗൺ, ഡി കണ്ടോ, ഒരേപോലെ തന്നെയല്ലേ വരുന്നത്. അതുപോലെ തന്നെ ട്രാമ്പിംഗ് ടൗൺ, ടി എന്ന് വന്നിട്ട് കണ്ടോ, അപ്പൊ അതും അസോണൻസ് ആണ്. പിന്നെ ഇവിടെ ഫാർദർ അതും അസോണൻസിൽ വരുന്ന, അസോണൻസ് അല്ല, അലിട്രേഷനിൽ വരുന്നതാണ് കേട്ടോ. അലിട്രേഷൻ സെയിം ലെറ്റർ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. അത് സെയിം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ പി എന്ന് റിപ്പീറ്റ് ചെയ്തു, അതുപോലെ ഡി റിപ്പീറ്റ് ചെയ്തു, ഡസ്റ്റി ഡൗൺ, ട്രാമ്പിംഗ് ടൗൺ, അങ്ങനെ റിപ്പീറ്റേഷൻ വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് അതെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ, ഡസ്റ്റി ഡൗൺ വിത്ത് പീപ്പിൾ ട്രാമ്പിംഗ് ഇൻ ടു ടൗൺ. ട്രാമ്പിങ്ങും ടൗണും വരും. ഫാർദർ ആൻഡ് ഫാർദർ, ഐ ഷുഡ് സീ, ഫാർദർ ആൻഡ് ഫാർദർ വരും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ എക്സസൈസ്. ഈ ചാപ്റ്ററിലെ എല്ലാ എക്സസൈസ് ആക്ടിവിറ്റീസും ആൻഡ് ക്വസ്റ്റൻ ആൻസേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മളുടെ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, പോസ്റ്റിന്റെ താഴെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ചിലതിലൊന്നും നമുക്ക് വീഡിയോസിന്റെ താഴെ ചിലപ്പോൾ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോസ്റ്റിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.